സലിംകുമാറിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് രമേശ് പിഷാരടിയും നാദിർഷയും ഒക്കെ. അവർ ഈ ഘട്ടത്തിൽ എന്താണ് പ്രതികരിക്കുക എന്നറിയില്ല. കാരണം എല്ലാവരും വേദനയോടുകൂടി നിൽക്കുന്നൊരു സമയമാണ്. നടനും MLA-യുമായ രമേശ് ഇല്ല, കാര്യമായിട്ടൊന്നും പറയാനില്ല. എൻ്റെ നാളത്തെ ചടങ്ങുകളുടെ ടൈമിങ്സ് ഒക്കെ ഇപ്പം ഔദ്യോഗികമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം ഒരുപാട് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, നിലപാട് ഉറക്കെ പറയണമെന്ന് പറയുന്ന ഒരു തലമുറയെ മുഴുവൻ ചിരിപ്പിച്ച, അതിനുശേഷമുള്ള തലമുറയും നവമാധ്യമങ്ങളിലൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അതുല്യനായ കലാകാരനാണ്. ഞങ്ങളുടെ കലയിലുള്ള എല്ലാവർക്കുമുള്ളൊരു വലിയ നഷ്ടമാണ്. ബാക്കി നിങ്ങൾ പറയും. അത്ര കിട്ടാനുള്ളൂ. ഇല്ല, അല്ല, ഞാൻ സലീമിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് സിനിമയ്ക്ക് വേണ്ടി. അല്ല, ഞങ്ങൾ 10-30 വർഷമായിട്ട് ഒരുമിച്ച്, അതായത് ഓഡിയോ കാസറ്റിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്, സിനിമയിൽ നിന്ന് തുടങ്ങിയ ബന്ധമല്ല. പിഷാരടി ആണെങ്കിൽ ഞങ്ങളെല്ലാവരും ഓഡിയോ കാസറ്റിൽ നിന്നും തുടങ്ങി സിനിമയിലെത്തി. ഇപ്പോഴും സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ പോയി. നാളെ രാവിലെ 8 മണിക്ക് ആശുപത്രിയിൽ നിന്ന് പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് 9 മണിക്ക് പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചില ആഗ്രഹങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള ചടങ്ങുകൾ വീട്ടിൽ നടത്തി വീട്ടിൽ തന്നെ സംസ്കരിക്കും. 3 മണിക്ക് ശേഷം വീട്ടുവളർത്തും. രമേശ് പിഷാരടി MLA, പിന്നാലെ ഹൈബിയുടെ MP പ്രതികരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.